ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളുടെ നിർണായക ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ പിന്നിടുന്നു. ഷൈൻ ടോം ചാക്കോയെയും മോഡൽ സൗമ്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ ഷൈൻ ടോം ചാക്കോ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. വിഡ്രോവൽ സിൻഡ്രോമാണെന്നാണ് സംശയം. ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിന് പിന്നിൽ വീണ്ടും ഷൈനെ ചോദ്യം ചെയ്യുകയാണ്. തസ്ലീമയുമായുള്ള ലഹരി ബന്ധം തെളിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ, ശരത് SS എന്നിവരാണ് ചേരുന്നത്. ശരത്ത്, ചോദ്യം ചെയ്യൽ ഇപ്പോൾ എങ്ങനെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഈ സൗമ്യയെയും ഷൈനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ അതെങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട്? മറ്റൊന്ന്, ഈ ഷൈൻ എന്താണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത്? അതിന് പിന്നിലുള്ള കാരണം എന്താണ്? എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? റോഷ്നി, നിലവിൽ ഷൈൻ ടോം ചാക്കോയെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം മോഡലായ സൗമ്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ ഷൈൻ ടോം ചാക്കോ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. നേരത്തെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു താൻ ഇത്തരത്തിൽ ഡി-അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് ചികിത്സയുടെ ഭാഗമായി എത്രയും വേഗം മടങ്ങണമെന്ന് അന്വേഷണ സംഘത്തോട് ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി, അതായത് ഈ വിഡ്രോവൽ സിൻഡ്രോമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഷൈൻ ഇത്തരത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് എന്തായാലും എക്സൈസ് സംശയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഷൈന്റെ അനുജനെ കൂടി എക്സൈസ് ഉദ്യോഗസ്ഥർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ സൗമ്യയെ ചോദ്യം ചെയ്യുന്നില്ല, ഷൈൻ ടോം ചാക്കോയെ മാത്രമാണ് ചോദ്യം ചെയ്യുന്നത്. ഇതുവരെ ശ്രീനാഥ് ബാസിയുടെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഈ സിനിമാ ബന്ധം തെളിയിക്കുക തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഈ നേരെ സൗമ്യയെ ചോദ്യം ചെയ്തതിലൂടെ നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൗമ്യയെ കൃത്യമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സൗമ്യയുടെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് അടക്കം അന്വേഷണ സംഘം ഇതിനു മുമ്പ് തന്നെ ശേഖരിച്ചിരുന്നു. 6 മാസത്തെ ബാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചതിൽ നിന്ന് നിരവധി തവണ ട്രാൻസാക്ഷൻ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലഹരി ഇടപാടിന്റെ പ്രധാനപ്പെട്ട ആളാണ് സൗമ്യ എന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കമ്മീഷൻ അടക്കം സൗമ്യ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് സൗമ്യയോട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം സൗമ്യയും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട് ഇരുവരെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ മാത്രമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അല്പസമയത്തിനകം ശ്രീനാഥ് ബാസിയുടെ ചോദ്യം ചെയ്യലും ആരംഭിക്കും. ഓക്കെ, എന്തായാലും ചോദ്യം ചെയ്യൽ തുടരട്ടെ. അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട്. അർജുൻ, ഈ ചോദ്യം ചെയ്യലിൽ പ്രത്യേക ചോദ്യാവലിയാണുള്ളത്. ആ ചോദ്യങ്ങൾക്കെല്ലാം താരങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. പ്രത്യേകിച്ച് ഈ മോഡൽ സൗമ്യ, അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ അത് നമുക്ക് അടുത്ത വിശദീകരണമായി തന്നെ നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതിപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കാനുള്ളത്? പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളൊക്കെ ഓൾറെഡി തന്നെ കിട്ടിയിട്ടുണ്ട്. മെസ്സേജുകൾ, വാട്സ്ആപ്പ് കോളുകൾ, ഇതെല്ലാം കൈവശമുള്ളപ്പോൾ ഈ പ്രത്യേക ചോദ്യാവലി, അതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഈ അറസ്റ്റിനുള്ള സാധ്യത അത് എത്രത്തോളമാണ് അർജുൻ? റോഷ്നി, മലയാള സിനിമയിലേക്ക് ലഹരി എത്തിക്കുന്ന പല സംഘങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൃംഖലയാണ് ആലപ്പുഴയിൽ പിടിയിലായ ഹൈബ്രിഡ് കഞ്ചാവ് സംഘം എന്ന് തന്നെയാണ് എക്സൈസിന്റെ നിഗമനം. അത്തരത്തിലുള്ള ചില ഡിജിറ്റൽ തെളിവുകളാണ് എക്സൈസിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള പലരുമായും ഈ കേസിലെ പ്രതിയായ തസ്ലീമ സുൽത്താന ഇത്തരത്തിൽ കഞ്ചാവ് ഇടപാട് അല്ലെങ്കിൽ ലഹരി ഇടപാട് എന്ന് സംശയിക്കുന്ന രീതിയിൽ അവരുമായി സംസാരിച്ചിട്ടുണ്ട്, അവരുമായി മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് തുടങ്ങിയ കണ്ടെത്തലുകളാണ് എക്സൈസ് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതിൽ പ്രധാനമായും എക്സൈസ് അന്വേഷിക്കുന്നത് ആരൊക്കെയാണ് ഇത്തരത്തിൽ കഞ്ചാവ് വാങ്ങുന്നത്, ഉപയോഗിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഇടനിലക്കാരായി നിൽക്കുന്നത് ആരൊക്കെയാണ്, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. നേരത്തെ ഈ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവായ സുൽത്താൻ അക്ബർ അലി ഏതാണ്ട് 6.5 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവാണ് മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്നത്. ഇത് ഒരു തവണ കൊണ്ടുവന്നപ്പോൾ മാത്രമുള്ള അളവാണ്. അതിൽ 3 കിലോ മാത്രമാണ് എക്സൈസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഏതാണ്ട് 3.5 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് അത് സിനിമാ മേഖലയിൽ തന്നെയുള്ള അല്ലെങ്കിൽ സിനിമാ മേഖലയോട് അടുത്ത് നിൽക്കുന്ന ചിലരിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സൈസിന്റെ സംശയം. മാത്രവുമല്ല, ഇത്തരത്തിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ മൊഴി എക്സൈസ് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ചില നിർണായക മൊഴികൾ ഈ കൊച്ചിയിലെ കേസുമായി ഈ കേസിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലെ ചില ഫ്ളാറ്റുകളിൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നും അവിടെ അത്തരത്തിലൊരു കോമൺ താക്കോലടക്കം ഉപയോഗിച്ചുകൊണ്ട് ആർക്കും വന്ന് ഈ ഗ്രൂപ്പിൽപ്പെട്ട ആർക്കും വന്ന് അവരുടെ സൗകര്യപ്രകാരം ഈ ഫ്ളാറ്റിലേക്ക് കയറുകയും അതിനുശേഷം ലഹരി ഉപയോഗിക്കാനും കഴിയും എന്ന തരത്തിലുള്ള
ചില സൂചനകൾ എക്സൈസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് എറണാകുളം എക്സൈസ് ഡിവിഷന് വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടവന്ത്രയിലെ ഒരു ഫ്ളാറ്റിൽ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെ എക്സൈസ് സംഘം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ എക്സൈസ് സംഘം എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നതാണ് എക്സൈസ് പറയുന്നത്. മാത്രമല്ല ലഹരിയുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ കണ്ടെത്താനും എക്സൈസിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന എന്ന് തന്നെയാണ് എക്സൈസ് പറയുന്നത്. അതിലൂടെയാണ് ഇത്തരത്തിൽ 2 ഖാലിദ് റഹ്മാനും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയും അടക്കമുള്ള 2 സംവിധായകർ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംവിധായകർ, നടന്മാർ, മറ്റ് സാങ്കേതിക പ്രവർത്തകരടക്കമുള്ള നിരവധി ആളുകൾക്ക് ലഹരി എത്തിക്കുന്ന ഒരു പ്രധാന ശൃംഖല തന്നെയാണ് തസ്ലീമ സുൽത്താന എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയുമായും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുമായും തസ്ലീമ സുൽത്താന ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ സംസാരിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സൈസിന്റെ സംശയം. ഇതിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. മാത്രവുമല്ല, ഇതിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന മോഡലായ സൗമ്യ വഴിയും ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത്തരം നേരിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കാൻ, അത്തരം തെളിവുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇടനിലക്കാർ വഴി ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ തസ്ലീമ സുൽത്താനയും അതോടൊപ്പം തന്നെ മോഡലായ സൗമ്യയും അടക്കമുള്ളവർ ഈ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ളത് എന്നാണ് എക്സൈസിന്റെ സംശയം. കഴിഞ്ഞ 6 മാസമായി തനിക്ക് തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് സൗമ്യ എക്സൈസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായും എക്സൈസ് അന്വേഷിക്കുന്നത് ഇത് ആരിലേക്കൊക്കെ എത്തി, ഒരു പ്രധാന നടനടക്കം ഇതിൽ പങ്കുണ്ട് എന്ന ചില സൂചനകൾ എക്സൈസിന് ലഭിക്കുന്നുണ്ട്. അത്തരമൊരു മൊഴി ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടിയിലേക്ക് കടക്കും. കൂടുതൽ സിനിമാ മേഖലയിലുള്ള കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇതിൽ ലഹരി ഇടപാട് നടന്നു എന്ന് കൃത്യമായി തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ, അത്തരം കൃത്യമായ തെളിവുകൾ എക്സൈസിന് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ആളുകളെ അടക്കം ഒരു പക്ഷേ എക്സൈസ് പ്രതിപട്ടികയിൽ ചേർത്തേക്കാം. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കും എക്സൈസ് കടന്നേക്കാം. ഓക്കെ, അപ്പോൾ തെളിവുകളാണ് എന്തായാലും നിർണായകം. അതിനുശേഷമായിരിക്കും എല്ലാ തീരുമാനങ്ങളിലേക്കും, പ്രത്യേകിച്ച് അറസ്റ്റ് അടക്കം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഒപ്പം ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, തസ്ലീമ എന്ന പേരുകൾക്കൊപ്പം തന്നെ കേൾക്കുന്ന പേരാണ് സൗമ്യ, മോഡൽ സൗമ്യയ്ക്ക് ഇതിൽ എന്താണ് പങ്ക്? ശരത് എസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരത്, സൗമ്യ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന കൂട്ടത്തിൽ തസ്ലീമയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് തുറന്നു പറയുന്നുണ്ട്. എന്താണ് ഈ സൗമ്യയുടെ പങ്ക്? പ്രത്യേകിച്ച് ഇവർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അത് ഈ ലഹരി ഇടപാടുകളുമായി ഇവർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണമല്ലേ പ്രധാനമായും നടക്കുന്നത്? എന്താണ് സൗമ്യയും തസ്ലീമയുമായുള്ള ബന്ധം? ഈ സൗമ്യയ്ക്ക് ഷൈൻ ടോം ചാക്കോയുമായും ശ്രീനാഥ് ഭാസിയുമായും ഒക്കെ ബന്ധമുണ്ടോ? റോഷ്നി, സൗമ്യ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത് പ്രധാനമായും ഈ തസ്ലീമയുടെ ബാങ്ക് വിവരങ്ങൾ അന്വേഷണ സംഘം നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നു. ഇതിൽ പലതവണ പണം വന്നത് ഒന്ന് സൗമ്യയുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊന്ന് ബിഗ് ബോസ് താരം ജിൻഡോയുടെ അക്കൗണ്ടിൽ നിന്നുമൊക്കെയാണ്. അങ്ങനെ ഈ കൂടുതൽ തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന ആളുകളെ കൂടി വിളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും സൗമ്യയെ വിളിപ്പിച്ചത്. പക്ഷേ സൗമ്യയെ വിളിപ്പിക്കുന്നതിന് മുമ്പ് നടത്തിയ പരിശോധനയിൽ സിനിമാ താരങ്ങളുമായി അടക്കം സൗമ്യയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലഹരി ഇടപാടിന്റെ ഇടനിലക്കാരിയായി സൗമ്യ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസത്തെ സൗമ്യയുടെ ബാങ്ക് ഇടപാട് വിവരങ്ങളടക്കം തന്നെ അന്വേഷണ സംഘം ഇതിനകം ശേഖരിച്ചതാണ്. അതുൾപ്പെടെ നിരത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ്. ഒപ്പം ഷൈൻ ടോം ചാക്കോയും സൗമ്യയും തമ്മിൽ പരിചയമുണ്ട് എന്ന ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും അന്വേഷണ സംഘം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ തസ്ലീമ നൽകിയ മൊഴിക്കപ്പുറം ഈ ഇടപാടിൽ എങ്ങനെയാണ് ഈ ലഹരി ഇടപാട് നടന്നിട്ടുള്ളത്, മാത്രമല്ല ആർക്കൊക്കെ ലഹരി വിറ്റു, ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്ന് വിൽപ്പനയിൽ ആരൊക്കെ കണ്ണിയാണെന്നുള്ളതാണ് എക്സൈസ് പരിശോധിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് സൗമ്യയെ വിളിച്ചു വരുത്തിയത്. ഒപ്പം ഈ തസ്ലീമ നൽകിയ മൊഴി പ്രകാരം ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒക്കെ തന്നെ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്ത് അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് സൗമ്യയെ വിളിച്ചു വരുത്തിയത്. പക്ഷേ നിലവിൽ എന്തായാലും നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സൗമ്യയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടാൽ, അതായത് ലഹരി ഇടപാട് നടത്തിയത് സൗമ്യ വഴി കൂടിയാണ് എന്ന് കണ്ടാൽ ഉറപ്പായും പ്രതിചേർക്കുന്ന നടപടികളിലേക്കും ഒപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും. നേരത്തെ ഈ ചോദ്യം ചെയ്യലിന് വരുന്ന സമയത്ത് സൗമ്യയോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു. ആ സമയത്ത് സൗമ്യ പറഞ്ഞത് തസ്ലീമയെ തനിക്കറിയാം, 6 മാസം ആയിട്ടുള്ള വളരെ അടുത്ത പരിചയമുണ്ട്, നേരത്തെ തന്നെ കൊച്ചിയിൽ മുതൽ അറിയാവുന്ന ആളാണ്, പക്ഷേ 6 മാസമായി വളരെ അടുത്ത പരിചയമുള്ള സ്ത്രീയാണ് തസ്ലീമ സുൽത്താന എന്നുള്ളതാണ് സൗമ്യ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ സൗമ്യയും തസ്ലീമയും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ വ്യക്തമായതാണ്. ഇതിൽ ഇടനിലക്കാരിയാണോ സൗമ്യ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കൂടിയാണ് എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ വിളിച്ചു വരുത്തിയത്. ഓക്കെ, എന്തായാലും സൗമ്യ ഇപ്പോൾ ചോദ്യമുനയിലാണ്. അപ്പോൾ ചോദ്യം ഉയരുകയാണ്, ആരാണ് സൗമ്യ, എന്താണ് പശ്ചാത്തലം എന്നുള്ളത് കൂടി അന്വേഷണ സംഘം അത് പരിശോധിക്കുന്നുമുണ്ട്.